നമസ്കാരം, കേരള ടെക് അക്കാഡമിയിലേക്ക് സ്വാഗതം. PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയിലെ പവർ സിസ്റ്റമിലെ ഉറപ്പായും ഒരു ന്യൂമറിക്കൽ അല്ലെങ്കിൽ തിയറി ചോദ്യം വരുന്ന ഭാഗമാണ് സ്ട്രിംഗ് എഫിഷ്യൻസി ഓഫ് ഇൻസുലേറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഇൻസുലേറ്റർ സ്ട്രിംഗിൽ വോൾട്ടേജ് ഒരുപോലെ അല്ലാത്തത്? എങ്ങനെയാണ് അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്? ഇത് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മളെല്ലാവരും ട്രാൻസ്മിഷൻ ലൈനുകളിൽ ഇൻസുലേറ്റർ സ്ട്രിങ്ങുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അതിലെ ഓരോ ഡിസ്കുകളും ഉള്ള വോൾട്ടേജ് വ്യത്യാസമായിരിക്കുന്നത്? അതിന് കാരണം രണ്ട് തരം കപ്പാസിറ്റൻസ് ആണ്. ഒന്ന് സെൽഫ് കപ്പാസിറ്റൻസ്, അതായത് CS. ഇത് ഓരോ ഇൻസുലേറ്റർ ഡിസ്കിനും സ്വയമുള്ള കപ്പാസിറ്റൻസ് ആണ്. രണ്ട് ഷണ്ട് കപ്പാസിറ്റൻസ്, അതായത് CSH. ഇത് ഇൻസുലേറ്ററിന്റെ മെറ്റൽ ലിങ്കുകളും ഗ്രൗണ്ട് ചെയ്ത ടവറും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കപ്പാസിറ്റൻസ് ആണ്. ഈ ഷണ്ട് കപ്പാസിറ്റൻസ് കാരണം ഓരോ ഡിസ്കുകളിലൂടെയും പോകുന്ന ചാർജിങ് കറന്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ നോൺ യൂണിഫോം ആയിരിക്കും. PSC പോയിന്റിൽ എപ്പോഴും ഓർക്കുക, കണ്ടക്ടറിനോട് ഏറ്റവും അടുത്തുള്ള ഡിസ്കിനായിരിക്കും ഏറ്റവും കൂടുതൽ വോൾട്ടേജ് അനുഭവപ്പെടുന്നത്. വാട്ട് ഈസ് സ്ട്രിംഗ് എഫിഷ്യൻസി? അപ്പോൾ ഈ വോൾട്ടേജ് എത്രത്തോളം യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അളക്കുന്ന ഒരു മെഷറാണ് സ്ട്രിംഗ് എഫിഷ്യൻസി. ഫോർമുലയാണ് ഇത്. String efficiency equal to total voltage across the string, that is V, divided by N into voltage across disk nearest to the conductor. Okay. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസുലേറ്റർ ഡിസ്ക്സ് ആണ്. ഇനി ഈ ഭാഗത്ത് നിന്നും വരുന്ന ഒരു ന്യൂമറിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചോദ്യം ഇതാണ്: A 3-disc string insulator is used for a 66 kV transmission line. If the shunt capacitance is 10% of the self capacitance, find the voltage across each disc and the string efficiency. Step 1. ചോദ്യത്തിൽ തരുന്നത് എപ്പോഴും ലൈൻ വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ ആദ്യം ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം, അതായത് വി ഫേസ്. വി ഫേസ് ഇസ് ഈക്വൽ ടു VL/√3. അപ്പൊ നമുക്കത് കിട്ടി 66 kVA ഡിവൈഡ് ബൈ √3, 38.1 kV. ഇനി സ്റ്റെപ്പ് 2. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിംഗ് കിട്ടി. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 2 വരുന്നത്. K എന്താണ്? CSH/CS. എന്താണ് CSH? ഷണ്ട് കപ്പാസിറ്റൻസ്. CS എന്തായിരുന്നു? സെൽഫ് കപ്പാസിറ്റൻസ്. ഇവിടെ Kയുടെ വാല്യൂ എന്താണ്? 10% ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് ദ ഷണ്ട് കപ്പാസിറ്റൻസ് 10% ഓഫ് ദ സെൽഫ് കപ്പാസിറ്റൻസ്. അപ്പോൾ 0.1. Kയുടെ വാല്യൂ കിട്ടി 0.1. ഇനി സ്റ്റെപ്പ് 3. സെറ്റ് അപ്പ് ദ വോൾട്ടേജ് ഇക്വേഷൻസ്. ഇനി ഓരോ ഡിസ്കിലെയും വോൾട്ടേജ് കണ്ടുപിടിക്കാം. ടവറിനോട് അടുത്തുള്ള വോൾട്ടേജ് ആണ് V1. അടുത്തത് V2. അപ്പൊ V2 ഇസ് ഈക്വൽ ടു V1 ഇൻറ്റു 1 പ്ലസ് K. Kയുടെ വാല്യൂ അറിയാം 0.1. അപ്പൊ V2നെ V1ന്റെ ടേംസിൽ 1.1 ഇൻറ്റു V1 എന്ന് കിട്ടി. അപ്പൊ ഇതൊന്ന് V3 എന്താണ്? V3 എന്ന് പറയുന്നത് V2 ഇൻറ്റു 1 പ്ലസ് K ഇൻറ്റു V1. അപ്പൊ അതിലെ നമുക്ക് V2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് V3യും V1ന്റെ ടേംസിൽ നമുക്ക് കിട്ടും. ഈ ഇക്വേഷനുകൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V1ഉം V2ഉം V3യും കിട്ടും. P is equal to V1 plus V2 plus V3. അതായത് ടോട്ടൽ വോൾട്ടേജ് ഇസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ വോൾട്ടേജ്. ഇത് നമുക്ക് സ്ട്രിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. V ഡിവൈഡഡ് ബൈ N ഇൻറ്റു V3. കാരണം V3 നമ്മൾ പറഞ്ഞ പോലെ വോൾട്ടേജ് അക്രോസ് ഡിസ്ക് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്നത് V3 ആണ്. അങ്ങനെയാണ് നമുക്ക് V3 14.63 ഇൻറ്റു 3. അപ്പൊ അതിന് നമ്മൾ 38.1നെ 3 ഇൻറ്റു 14.63 ഡിവൈഡ് ചെയ്ത് ആൻസർ 86.8% കിട്ടി. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആൻസേഴ്സ് V1, V2, V3 കിട്ടിയത് ശരിയാണെന്ന് അറിയാൻ നമ്മുടെ V3 ഓൾവേസ് ഗ്രേറ്റർ ദാൻ V2, ഓൾവേസ് ഗ്രേറ്റർ ദാൻ V1. അതാണ് നമ്മുടെ എക്സ്പെക്ടഡ് വോൾട്ടേജ് റേഞ്ച്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോകാം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന തിയറി പോയിന്റുകളും ഷോർട്ട് കട്ടുകളുമാണ്. ആദ്യം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്ട്രിംഗ് എഫിഷ്യൻസി, അതായത് K ഫാക്ടർ. K ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് സംഭവിക്കും? ബിക്കംസ് മോർ നോൺ യൂണിഫോം ആൻഡ് ദ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. അടുത്തത് നമ്പർ ഓഫ് ഡിസ്ക്. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്ക്. ആസ് ദ നമ്പർ ഓഫ് ഡിസ്ക് ഇൻ ദ സ്ട്രിംഗ് ഇൻക്രീസസ്,
the efficiency also decreases. ഇവിടെ കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും, അതേപോലെ നമ്പർ ഓഫ് ഡിസ്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും, എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. ഇനി ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ, ഹൗ ടു ഇംപ്രൂവ് സ്ട്രിങ് എഫിഷ്യൻസി, നമുക്ക് ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ബേസിക്കലി ഹൗ ടു ഇംപ്രൂവ് ദ സ്ട്രിങ് എഫിഷ്യൻസി, അതായത് ഏകദേശം 100% അടുത്ത് നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി എങ്ങനെ എത്തിക്കാം, അതിനുള്ള ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത്. യൂസിങ് ലോങ്ങർ ക്രോസ് ആർംസ്, this increases the distance from the tower, which reduces the shunt capacitance and thus reduces the K. കറക്റ്റ് അല്ലെ? നമ്മുടെ ദൂരം കൂടുതലാണെങ്കിൽ എന്താണ്, കൂടുതൽ ഹൈറ്റിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് മാക്സിമം, അതായത് നമുക്ക് മാക്സിമം അത് കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എഫിഷ്യൻസി, സ്ട്രിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടാനും പറ്റും. The grading of the insulator using discs with different capacitance, so C1 greater than C2 greater than C3. This is not a practically preferred. അതായത് ബേസിക്കലി ഓരോ ഡിസ്കിനും ഓരോ കപ്പാസിറ്റൻസ് ഉപയോഗിക്കും. നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടാണല്ലോ ഡിസ്കുകൾ വെക്കുക. സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഓരോ ഡിസ്കുകൾ വെക്കുക. ഓരോ ഡിസ്കിനും ഡിഫറെന്റ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യും. ഇനി യൂസിങ് എ ഗാർഡ് റിംഗ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് റിംഗ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണയായും ഉപയോഗിക്കുന്നതുമായ രീതി. കണ്ടക്ടറുമായി കണക്ട് ചെയ്ത ഈ മെറ്റൽ റിംഗ് പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. A metal ring connected to the line conductor introduces capacitance that helps to cancel the charging current from the shunt capacitance. ബേസിക്കലി ഇത് പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ ഒരു ഗാർഡ് റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഹൈ യീൽഡിംഗ് ടോപ്പിക്കുകളുമായി ഇനിയും പഠിക്കാൻ കേരള ടെക് അക്കാഡമിയുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.